കുന്നംകുളം സ്വദേശിയായ ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരി സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ജൂൺ 28-ന് തെലങ്കാനയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രക്കിടെയാണ് ബ്രഹ്മാനന്ദഗിരി സ്വാമി മരിച്ചത്. മരണത്തിന് മുൻപ് കുന്നംകുളത്തെ സുഹൃത്തിനെ വിളിച്ച് താൻ അപകടത്തിൽ ആണ് എന്നും എന്തും സംഭവിക്കാമെന്നും പറയുന്ന കോൾ റെക്കോർഡ് മാതൃഭൂമി ന്യൂസിന് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു വലിയ ഗ്യാങ്ങാണ്. മുന്നേ ഇതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ മരണം ഉണ്ടായിട്ടില്ലേ, അതുപോലുള്ള ഒരു ഗ്യാങ്ങാണ് ഇത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. കേരളത്തിലേക്കല്ലേ ഇപ്പൊ ട്രെയിൻ പോരണത്? ഭഗവാൻ മാത്രമല്ല രക്ഷിക്കാൻ, വേറെ ആരുമില്ല. ലിഷോയുണ്ട്. ലിഷോയ്, ഇത് എന്താണ് ഇപ്പോൾ പെൺകുട്ടിയുടെ ഒരു മരണമില്ലേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താ സംഭവം? എന്താണ് ഇങ്ങനെ ഒരു ദുരൂഹത സംശയിക്കുന്നത്? അതായത് ഈ ബ്രഹ്മാനന്ദഗിരി എന്ന് പറയുന്ന ഈ സന്യാസി കുന്നംകുളം സ്വദേശിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു. നേപ്പാളിൽ നിന്ന് നാട്ടിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ കുന്നംകുളത്തുള്ള മറ്റൊരു സുഹൃത്തായ ഒരു ക്ഷേത്രത്തിലെ ശാന്തിയെ വിളിച്ച് ഫോണിൽ സംസാരിച്ചതാണ് ഈ കേട്ടത്. ആ ഫോണിൽ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നല്ല, അദ്ദേഹത്തിന് ഫോണില്ല. അതുകൊണ്ട് തന്നെ ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഫോൺ വാങ്ങി അദ്ദേഹം ഈ സുഹൃത്തിനെ വിളിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, താൻ അപകടത്തിലാണ്, തന്നെ കൊലപ്പെടുത്താനായ ഒരു സംഘം ഉണ്ട് എന്ന് സംശയിക്കുന്നു, എന്തും തനിക്ക് സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോൺ കോൾ വന്നത്. അതിനുശേഷം പിന്നീട് യാതൊരു തരത്തിലുള്ള വിവരവും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നീട് ട്രെയിനിൽ യാത്ര തുടർന്നു എന്നുള്ളതാണ് ഈ സുഹൃത്തുക്കളെല്ലാം തന്നെ മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീടാണ് ഈ ബന്ധുക്കൾക്ക് ഒരു വിവരം ലഭിക്കുന്നത്. ജൂൺ 28-ാം തീയതിയാണ് ഈ വിവരം ലഭിക്കുന്നത്. അതായത് ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. തെലങ്കാനയിൽ വെച്ച് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചു, അപകടമാണ് എന്നുള്ള ഒരു വാർത്തയാണ് പിന്നീട് ഇവർക്ക് ലഭിച്ചത്. പക്ഷേ ആ സംഭവത്തിനൊക്കെ ശേഷമാണ് പിന്നീട് ഈ വീട്ടുകാരറിയുന്നത് ഇത്തരത്തിൽ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതും. ദേഹത്ത് വലിയ തോതിലുള്ള ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം അവരുടെ ബന്ധുക്കളുടെ ഒരു പ്രതികരണം കേട്ട ശേഷം ലിഷോയിലേക്ക് വരാം. ഈ ബോഗിയിൽ എന്തോ ഒരു ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അതിൻ്റെ പേരിൽ അവരെന്നെ എന്തോ ചെയ്യാനുള്ളൊരു, എൻ്റെ ജീവിതത്തിന് തന്നെ അപകടമാണെന്നുള്ള രീതിയിലാണ് മൂപ്പര് ആ ഒരു മെസ്സേജ് വിട്ടിട്ടുള്ളത്. അതവൻ ശരിക്ക് പേടിച്ചിട്ട് തന്നെ അവൻ പറയണത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അവന് ഇതൊരു സാധാരണ മരണമല്ല, ഒരു ദുരൂഹത ഉണ്ടെന്ന് തന്നെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടുള്ളത്. ലിഷോയ്, അവിടുത്തെ പോലീസ് ഇതിൽ എന്തെങ്കിലും അന്വേഷണം നടത്തി എന്തെങ്കിലും സംശയം അവർ ഉന്നയിക്കുന്നുണ്ടോ? പോലീസ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഈ മരണകാരണം മൾട്ടിപ്പിൾ ഇഞ്ചുറി ആണ് എന്നുള്ളത് മാത്രമാണ് പോലീസ് ബന്ധുക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ബന്ധുക്കൾക്ക് അങ്ങോട്ടേക്ക് ബന്ധപ്പെടാനായി കഴിഞ്ഞിട്ടില്ല. ഒരു അകന്ന ബന്ധു മാത്രമാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി പോയിരുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ വീണ്ടും ഈ കുന്നംകുളം പോലീസിൽ ആദ്യം പരാതി നൽകി. പക്ഷേ കുന്നംകുളം പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഈ സംഭവം നടന്ന തെലങ്കാന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ പോയി അവിടെ കൂടുതൽ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും പരാതി നൽകാനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. റെയിൽവേ മന്ത്രിയുണ്ട് ഫോൺ സന്ദേശം അല്ലേ, എന്നെ എന്തെങ്കിലും ചെയ്യും ഭഗവാൻ മാത്രമേ. മരണം പ്രതീക്ഷിച്ചിരുന്നു ശ്രീബിൻ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.